ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടുകൊണ്ട് കല്യാണത്തിന് ഇറങ്ങിയാൽ മതിയടി. ചാരു പറഞ്ഞതുപോലെ ഇയാൾ ഇത്രയും ചതിയനായിരുന്നോ? എന്തായാലും ഇത് ചാരുനോട് ഇപ്പൊ പറയണ്ട, ഒരവസരം വരുമ്പോ പറയാം. ഇവളിപ്പോ വിളിക്കുന്നതിനാ ശല്യം. ഹലോ ചാരു. അരവിന്ദേട്ടൻ തിരക്കിലാണോ? കുറച്ച് തിരക്കില്ല, എന്നാലും സാരില്ല. ചാരു പറഞ്ഞു. അരവിന്ദേട്ടാ, മേലൂർക്കാവിലെ അമ്പലത്തിലേക്കൊന്ന് വരുമോ? എന്തിനാ അമ്പലത്തിലേക്ക് എന്തിനാ വരുന്നത്? തൊഴാനല്ലേ? വരാം. എപ്പോഴാ വരണ്ടേ? കുറച്ച് കഴിയുമ്പോഴേക്കും. വരാം. നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി അരവിന്ദേട്ടാ? എല്ലാം ഭംഗിയായിട്ട് നടക്കുമല്ലേ? ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അരവിന്ദേട്ടാ. അതെ, ആ മണിക്കൂറുകൾ എത്രയും പെട്ടെന്ന് കടന്നു പോട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ. അതെന്താ അരവിന്ദേട്ടാ അങ്ങനെ പറയുന്നത്? എങ്ങനെ പറഞ്ഞു? എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നല്ല, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറ. ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞത്. നമുക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന്. എന്ന് ശരി അരവിന്ദേട്ടാ, അമ്പലത്തിൽ വെച്ച് കാണാം. അപ്പോ അമ്പലത്തിൽ വെച്ച് കാണാം. നീ ആരോടാ അമ്പലത്തിൽ കാണാന്ന് പറഞ്ഞു? അതമ്മേ, അവളല്ലേ ആ ചാരു? അതെ. എന്നിട്ട് അവള് പറയുന്നതും കേട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടോ അവളെ കാണാൻ? അമ്മക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ ഞാൻ പോകുന്നില്ല. ഓ അയ്യോ, അമ്മക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോൻ അവളെ കാണാൻ പോവായിരുന്നോ? അങ്ങനെയല്ല, ഞാൻ പോകുന്നില്ല. പ്രശ്നം തീർന്നില്ല. അവിടെ നീ പോണം. എന്ത്? അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? എടാ, നീ അവളെ കാണാൻ പോണെന്ന്. ഓ, അമ്മ പറഞ്ഞാ ഞാൻ പോവാം. എടാ, നീ അമ്പലത്തിൽ പോകുന്നത് അവളെ കാണാനല്ല, പിന്നെ പ്രാർത്ഥിക്കാനാ. ദേ, ഈ കല്യാണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നീ തല ഊരി പോണേന്ന് പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ എന്റെ പൊന്നുമോന്? മനസ്സിലായി. നിനക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ ദൈവാധീനം ആവശ്യമാ. അതുകൊണ്ട് അമ്പലത്തിൽ പോയി നിനക്ക് വേണ്ടിട്ട് നീ നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കും. ശരി അമ്മേ, ഇതൊരു അമ്പലത്തിൽ പോയിട്ട് ഞാൻ കാര്യം പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഈ കാര്യം ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ.